ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 10-ാമത്തെ അധ്യായം. ഇതിലെ 23-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥാദശമോധ്യായ. മൈത്രേയ ഉവാച. പ്രജാപതേർദുഹിതരം ശിശുമാരസ്യ വൈ ധ്രുവഃ ഉപയേമേ ഭ്രമി നാമ തൽസുതൗ കൽപ്പവത്സരോ ഇളായാമവിഭാര്യായാം വായോ പുത്രം മഹാബല പുത്രമുൽക്കലനാമാനാം യോഷിദ്രത്നമജീജനൽ ഉത്തമസ്ത്വകൃതോദ്വാഹോ മൃഗയായാം ബലീയസാ ഹതഃ പുണ്യജനേനാദ്രൗ തന്മാതാസ്യ ഗതിം ഗതാ. ധ്രുവോ ഭ്രാതൃവധം ശ്രുത്വാ കോപാമർഷശുചാർപ്പിതഃ ജൈത്രം സ്യന്തനമാസ്ഥായ ഗതഃ പുണ്യജനാലയം. ഗത്വോദീജീം ദിശം രാജാ രുദ്രാനുചരസേവിതാം ദദർശ ഹിമവദ്രോണ്യാം പുരീം ഗുഹ്യകസംകുലാം. ദധ്മൗ ശംഖം ബൃഹദ്ബാഹു ഖം ദിശശ്ചാനാദയൻ യേനാദ്വിഗ്നദൃശ ക്ഷത്തത് ഉപദേവ്യോത്ര സൻഭൃശം. സ താനാപതതോ വീര ഉഗ്രധന്വാ മഹാരഥഃ ഏകൈകം യുഗപത് സർവാനഹൻ ബാണൈസ്ത്രിഭിസ്ത്രിഭിः. തേ വൈ ലലാടലഗ്നൈസ്തൈർഇഷുഭിः സർവയേവ ഹി മത്വാ നിരസ്തമാത്മാനം ആശംസൻ കർമ്മ തസ്യ തത്. തേപി ചാമുമമൃഷ്യന്തഃ പാദസ്പർശമിവോരഗാഃ ശരൈർ അവിധ്യൻ യുഗപൽ ദ്വിഗുണം പ്രചികീർഷവഃ. തതഃ പരിഘനിസ്ത്രിംശൈഃ പ്രാസശൂലപരശ്വഥൈഃ ശക്തൃഷ്ടിഭിർഭുഷുണ്ഡീഭിശ്ചിത്രവാജൈഃ ശരൈരപി അഭ്യവർഷൻ പ്രകുപിതാ സരഥം സഹസാരഥിം ഇച്ഛന്തസ്തൽ പ്രതീകർത്തും അയുതാനി ത്രയോദശ. ഔത്താനപാദിസ്സ തദാ ശസ്ത്രവർഷേണ ഭൂരിണ ന ഉപാദൃശ്യതച്ഛന്ന ആസാരേണ യഥാ ഗിരിഃ. ഹാഹാകാരസ്തദൈവാസീത് സിദ്ധാനാം ദിവി പശ്യതാം ഹതോയം മാനവഃ സൂര്യോ മഗ്നപുണ്യജനാർണവേ. നദൽസുയാദുധാനേഷു ജയകാശിഷ്വഥോ മൃഥേ ഉദതിഷ്ഠദ്രഥസ്തസ്യ നീഹാരാദിവ ഭാസ്കരഃ. ധനുർവിസ്ഫൂർജയൻ ദിവ്യം ദ്വിഷതാം ഖേദമുദ്വഹൻ അസ്ത്രൗഘം വ്യധമദ്ബാണൈർഘനാനീകമിവാനിലഃ. തസ്യ തേ ചാപനിർമുക്താ ഭിത്വാ വർമാണി രക്ഷസാം കായാനാവിവിശുസ്തിഗ്മാ ഗിരീൻ അശനയോ യഥാ. ഭല്ലൈഃ സംഛിദ്യമാനാനാം ശിശോഭിശ്ചാരുകുണ്ഡലൈഃ ഊരുഭിർഹേമതാലാഭൈർദോർഭിർവലയവദ്ഗുഭിः. ഹാരകേയൂരമുകുടൈർ ഉഷ്ണീയശ്ച മഹാധനൈഃ ആസ്ത്രിതാസ്താരണഭുവോ രേജുർവീരമനോഹരാः. ഹതാവശിഷ്ടാ ഇതരേ രണാജിരാ ദ്രക്ഷോഗണാ ക്ഷത്രിയവര്യസായകൈഃ പ്രായോ വിവിക്ണാവയവാ വിദുദ്രുവുർ മൃഗേന്ദ്രവിക്രീഡിതയൂഥപാ ഇവ. അപശ്യമാനഃ സതദാതതായിനം മഹാമൃഥേ കഞ്ചന മാനവോത്തമ പുരീം ദിദൃക്ഷന്നപി നാവിശദ്വിദ്വിഷാം നമായിനാം വേദ ചികീർഷിതം ജനഃ. ഇതി ബ്രുവംശ്ചിത്രരഥസ്വസാരഥിം യത്തപരേഷാം പ്രതിയോഗശങ്കിതാ ശുശ്രാവശബ്ദം ജലധേരിവേരിതം നഭസ്വതോ ദിക്ഷുരജോന്വദൃശ്യത. അടുത്തത് 23-ാമത്തെ ശ്ലോകം. ക്ഷണേന ആച്ഛാദിതം വ്യോമ ഘനാനീകേന സർവതഃ വിസ്ഫുരത്തടിതാദിക്ഷു ത്രാസയത് സ്നനയിത് നുനാ. 24-ാമത്തെയാണ് ഇനി എടുക്കാനുള്ളത്. വവൃഷു രുധിരൗഘാസൃക് പൂയവിൺമൂത്രമേധസഃ നിപേതുർഗഗനാദസ്യ കബന്ധാന്യ അഗ്രതോ നഖാ. വവൃഷു രുധിരൗഘാസൃക് പൂയവിൺമൂത്രമേധസഃ നിപേതുർഗഗനാദസ്യ കബന്ധാന്യഗ്രതോ നഖാ. ഇപ്പോൾ ആ മായാപ്രയോഗം, യക്ഷന്മാരുടെ മായാപ്രയോഗത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അതിൽ ആദ്യത്തെ ശ്ലോകം പറഞ്ഞു ക്ഷണേന ആച്ഛാദിതം വ്യോമ ഘനാനീകേന സർവതഃ. അവിടെ
പെട്ടെന്ന് മിന്നൽ പിണരുകളോട് കൂടിയിട്ടുള്ള ഭയം ജനിപ്പിക്കുന്ന ഇടിമുഴക്കത്തോട് കൂടിയിട്ടുള്ള മഴക്കാർ നിരകളൊക്കെ വന്ന് നിറഞ്ഞു. ആകാശം മൂടപ്പെട്ടു പെട്ടെന്ന്. അത് കഴിഞ്ഞിട്ട് വൃഷൂരുധിരൗഘാസൃക്പൂയ വിൺമൂത്രമേധസ നിപേതൃഗഗനാദസ്യ കബന്ധാന്യഗ്രതോ നഖ. അതാണ് 24ാമത്തെ ശ്ലോകം. അതായത് അല്ലയോ പരിശുദ്ധാത്മാവേ, അനഘ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. ഗഗനാൽ ആകാശത്തിൽ നിന്നും എന്തൊക്കെ രുധിരൗഘം. രുധിരൗഘം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലം, മൂത്രം, അല്ല ചോരമഴ. രുധിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോരമഴ. പൂയം അസൃക് പൂയ വിൺമൂത്രമേധസ. രുധിരൗഘ അസൃക് പൂയ വിൺമൂത്രമേധസ. ഇതൊക്കെ ചോര, ചലം, ദുർനീരുകൾ, മലം, മൂത്രം, മാംസക്കൊഴുപ്പ് ഇത്യാദികൾ ചേർന്നിട്ട് അതൊക്കെ ഇങ്ങനെ അവിടെ വവൃഷു മഴയായിട്ട് ചൊരിയപ്പെട്ടു. അസ്യ ആ ധ്രുവൻ്റെ അഗ്രത മുമ്പിലായിട്ട് തലയേറ്റ ഉടലുകൾ, കബന്ധാനി തലയേറ്റ ഉടലുകൾ വന്നു വീണു. അപ്പം മായാപ്രയോഗമാണ്. ഹേ അനഘ, അല്ലയോ പരിശുദ്ധാത്മാവേ, ഗഗനാൽ ആകാശത്തിൽ നിന്ന് എന്തുണ്ടായി? ദുർനീരുകൾ, മലം, മൂത്രം, ചോര, മാംസക്കൊഴുപ്പ് ഇത്യാദികൾ ചേർന്നിട്ടുള്ള വർഷം ഉണ്ടായി. അവിടെ ധ്രുവൻ്റെ മുമ്പിൽ ആയിട്ട് ആ തല ഒക്കെ പറ്റിയിട്ടുള്ള ഉടലുകളായിട്ട് ഈ ശവശരീരങ്ങൾ വന്ന് വീണു എന്നാണ് പറയുന്നത്. അപ്പം ഇത് പദങ്ങൾ നോക്കാം. ഹേ അനഘ, അല്ലയോ പരിശുദ്ധാത്മാവേ, ഗഗനാത് ആകാശത്തിൽ നിന്ന്, രുധിരൗഘ അസൃക് പൂയ വിൺമൂത്രമേധസ ചോരമഴ, ചലം, ദുർനീരുകൾ, മലം, മൂത്രം, മാംസക്കൊഴുപ്പ് ഇത്യാദികൾ വവൃഷു മഴയായിട്ട് ചൊരിയപ്പെട്ടു. അസ്യ ധ്രുവൻ്റെ അഗ്രത മുൻഭാഗത്തായിട്ട് കബന്ധാനി തലയറ്റ ഉടലുകൾ നിപേതുഹു വന്നു വീണു. ഒന്നുകൂടി പറയാം. ഹേ അനഘ, അല്ലയോ പരിശുദ്ധാത്മാവേ, ഗഗനാത് ആകാശത്തിൽ നിന്ന്, രുധിരൗഘ അസൃക് പൂയ വിൺമൂത്രമേധസാ ചോരമഴ, ചലം, ദുർനീരുകൾ, മലം, മൂത്രം, മാംസക്കൊഴുപ്പ് ഇത്യാദികൾ വവൃഷു മഴയായി ചൊരിയപ്പെട്ടു. അസ്യ ധ്രുവൻ്റെ അഗ്രത മുൻഭാഗത്തായിട്ട് കബന്ധാനി തലയറ്റ ഉടലുകൾ നിപേതു വന്ന് വീണു. അപ്പോൾ ഇതിൽ തന്വയം വന്നിട്ട് ഹേ അനഘ ഗഗനാഥ് രുധിരൗഘ അസൃക് പൂയ വിൺമൂത്രമേധസാ വവൃഷു അസ്യ അഗ്രത കബന്ധാനി നിപേതു ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി പറയാം അതിലത്തെ എന്താണ് അന്വയം. ഹേ അനഘ ഗഗനാഥ് രുധിരൗഘ അസൃക് പൂയ വിൺമൂത്രമേധസാ വവൃഷു അസ്യ അഗ്രത കബന്ധാനി നിപേതു. അല്ലയോ പരിശുദ്ധാത്മാവേ, ആകാശത്തിൽ നിന്ന് ആ ചോരമഴ, ചലം, ദുർനീരുകൾ, മലം, മൂത്രം, മാംസക്കൊഴുപ്പ് ഇത്യാദികൾ മഴയായി ചൊരിയപ്പെട്ടു. ധ്രുവൻ്റെ മുൻഭാഗത്തായിട്ട് ആ തലയേറ്റ ഉടലുകൾ അവിടെ വന്നു വീണു. മുമ്പ് പറഞ്ഞു, എരിയുന്ന ഇടിമിന്നലോട് കൂടിയതും ഭയപ്പെടുത്തുന്ന ആ വജ്രപാതത്തോട് കൂടിയതുമായിട്ടുള്ള മേഘസമൂഹത്താൽ സർവ്വദിക്കുകളിലും ആകാശം പെട്ടെന്ന് മറയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രക്തം, കഫം, മലം, മൂത്രം, മേധസ് എന്നിവ വർഷിച്ചു കൊണ്ടിരുന്നു. ശിരസ്സില്ലാത്ത ശരീരങ്ങൾ ആ ധ്രുവൻ്റെ മുൻപിൽ ആകാശത്തിൽ നിന്നും വന്നു വീണു. അങ്ങനെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് രുധിരം, ജലം, മലം, മൂത്രം, മേധസ് എന്നീ അശുദ്ധ വസ്തുക്കളെ മേഘജാലം വർഷിച്ചു. ഹേ പാപരഹിത, അവൻ്റെ മുൻഭാഗത്ത്, അധ്രുവൻ്റെ മുൻഭാഗത്ത് ശിരോരഹിതങ്ങളായിരിക്കുന്ന ശരീരങ്ങൾ ആകാശത്തിൽ നിന്നും വന്നു വീണു. ഇനി ഇതിലത്തെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. നമുക്ക് വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. മേഘാ രുധിരപൂയ വിൺമൂത്രമേധസോ വവൃഷു. മേഘങ്ങൾ രുധിരം, പൂയം, വിൺമൂത്രം, മേധസ് ഇവയൊക്കെ വർഷിച്ചു എന്ന്. അതായത് ചോര, ജലം തുടങ്ങിയിട്ടുള്ള
ചീത്ത വസ്തുക്കൾ, മൂത്രം ഒക്കെ തുടങ്ങിയിട്ടുള്ള അത് വർഷിച്ചു. ആ മേഘങ്ങൾ, അവിടെ നിറഞ്ഞു നിന്ന മേഘങ്ങൾ. അസ്യ ആഗ്രത്തെ, ആ ധ്രുവൻ്റെ മുൻപിലായിട്ട് ഗഗനാൽ, ആകാശത്ത് നിന്നും കബന്ധാഹ നിബന്ധു, കബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയറ്റ ശരീരങ്ങൾ അവിടെ വന്നു വീണു എന്നാണ് പറയുന്നത്. അപ്പോൾ മേഘ രുധിരപൂയ വിൺമൂത്രമേധസോ വവൃഷു അസ്യാഗ്രതോ ഗഗനാത് കബന്ധാ നിപേതു. മേഘങ്ങൾ രുധിരം, ചലം, മൂത്രം, മേധസ് ഇതൊക്കെ അവിടെ വർഷിച്ചു. ധ്രുവൻ്റെ മുൻപിലായിട്ട് തലയറ്റ ശരീരങ്ങൾ വന്നു വീണു. എന്നുകൂടി പറയാം. മേഘാ രുധിരപൂയ വിൺമൂത്രമേധസോ വവൃഷു അസ്യാഗ്രതോ ഗഗനാത് കബന്ധാ നിപേതു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? രക്തം, കഫം, മലം, മൂത്രം, മേധസ് എന്നിവ വർഷിക്കപ്പെട്ടു. ധ്രുവൻ്റെ മുൻഭാഗത്ത് ശിരസറ്റ ശരീരങ്ങളും വന്നു ചേർന്നു. പിന്നെ എന്താ ഉണ്ടായത് നോക്കാം. തതഃ ഖേ ദൃശ്യത ഗിരിർനിപേതുഃ സർവതോദിശം ഗദാപരിഘ നിസ്ത്രിംശമുസലാഹ സാശ്മവർഷിണഃ. തതഃ ഖേ ദൃശ്യത ഗിരിർനിപേതു സർവതോദിശം ഗദാപരിഘ മുസലാഹ സാശ്മവർഷിണ. പിന്നാലെ, അതിന് പിന്നാലെ ആകാശത്തിൽ നിന്ന് ഒരു പർവ്വതം ദൃശ്യമായി. അങ്ങനെ എല്ലായിടത്തും ആ ഗദ, വാള്, ഉലയ്ക്ക ഇത്യാദിയായിരിക്കുന്ന കരിങ്കല്ല് ഇവയൊക്കെ വർഷിച്ചും കൊണ്ട് അവയുടെയൊക്കെ വർഷങ്ങളുണ്ടായെന്നർത്ഥം. തതഹ, പിന്നെ പല പദങ്ങളൊക്കെ. തതഹ ഖേ, ഖേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിൽ ദൃശ്യത കണ്ടു. എന്താണ്? ഗിരിർ നിപേതും, ഒരു പർവ്വതം ദൃശ്യമായി. നിപേതും എങ്ങനെ വന്ന് വീണത് എന്തോടു കൂടിയിട്ടാണ്? സർവതോദിശം, എല്ലാവരും കാണപ്പെട്ടു. എല്ലായിടത്തും എന്തുണ്ട്? ഗദാപരിഘ, എല്ലായിടത്തും ഗദ, ഇരുമ്പുവടി, വാള, ഉലയ്ക്ക ഇത്യാദികൾ ആ കരിങ്കൽ വർഷത്തോടെ വന്നു വീണു. ഗദാപരിഘ നിസ്ത്രിംശ മുസലാഹ സാശ്മവർഷിണ. ഇതെല്ലാം ആ പർവ്വതത്തോട് കൂടിയിട്ട് അവിടെ വന്ന് വീണു എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഒന്നുകൂടി പറയാത്ത പദങ്ങൾ. തതഹ, പിന്നെ, ഖേ ആകാശത്തിൽ, ഗിരിഹി ഒരു പർവ്വതം, അദൃശ്യത അദൃശ്യമായി, സർവതോദിശം എല്ലായിടത്തും, ഗദ, പരിഘ, നിസ്ത്രിംശ മുസലാഹ ഗദ, ഇരുമ്പുവടി, വാള്, ഉലയ്ക്ക ഇത്യാദികൾ, സാശ്മവർഷിണ കരിങ്കൽ വർഷത്തോടെ, നിപേതുഹു വന്നു വീണു. ഒന്നും കൂടി പറയാം. തതഹ, പിന്നെ, ഖേ ആകാശത്തിൽ, ഗിരിഹി ഒരു പർവ്വതം, അദൃശ്യത അദൃശ്യമായി, സർവതോദിശം എല്ലായിടത്തും, ഗദ, പരിഘ, നിസ്ത്രിംശ മുസലാഹ ഗദ, ഇരുമ്പുവടി, വാള്, ഉലയ്ക്ക ഇത്യാദികൾ, സാശ്മവർഷിണ കരിങ്കൽ വർഷത്തോടെ, നിപേതുഹു വന്നു വീണു. അപ്പോൾ ഇത് അന്വയം വന്നിട്ട് തതഹ ഖേ ഗിരിഹി അദൃശ്യത സർവതോദിശം ഗദ, പരിഘ, നിസ്ത്രിംശ മുസലാഹ സാശ്മവർഷിണ നിപേതുഹു. പിന്നെ ആകാശത്തിൽ ഒരു പർവ്വതം ദൃശ്യമായി. എല്ലായിടത്തും ഈ ഗദ, ഇരുമ്പുവടി, വാള, ഉലയ്ക്ക ഇത്യാദികൾ കരിങ്കൽ വർഷത്തോടെ വന്നു വീണു. ആകാശത്തിൽ പർവ്വതം കാണപ്പെട്ടു. അതിൽ നിന്നും കരിങ്കൽ കഷ്ണങ്ങൾ, ഗദകൾ, ഇരുമ്പുവടികൾ, വാളുകൾ, ഇരുമ്പുലയ്ക്കകൾ എന്നിവ സർവ്വദിക്കുകളിലും വന്ന് പതിച്ചു. തുടർന്ന് ആകാശത്തിൽ ഒരു പർവ്വതം കാണപ്പെട്ടു. കല്ലിൻ്റെ വർഷത്തോടെ ഗദ, പരിഘം, വാൾ, ഇരുമ്പുലയ്ക്ക മുതലായവ സകല ദിക്കുകളിൽ നിന്നും വന്ന് പതിച്ചു. പിന്നെ ആകാശത്തിൽ പർവ്വതങ്ങൾ നിരന്നു നിൽക്കുന്നതിനെ കണ്ടു. അതിൽ നിന്നും കല്ലുകൾ, കൽമാരി, ഗദ, പരിഘം, വാൾ എന്നിവ ആയുധങ്ങൾ വീണു തുടങ്ങി. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം. വ്യാഖ്യാനത്തിൽ എന്താ പറയുന്നത്? ഗദ, പരിഘ, നിസ്ത്രിംശ മുസല പാഷാണാശ്ച പേതുഹു. അതായത് ഗദ ഇത് തന്നെ ഇരുമ്പുവടി, പരിഘ, നിസ്ത്രിംശ അസ്ത്രങ്ങൾ, മുസലം ഒക്കെ കരിങ്കല്ലുകളൊക്കെ അവിടെ വർഷിക്കപ്പെട്ടു. ഗദ, പരിഘ, നിസ്ത്രിംശ മുസല പാഷാണാശ്ച പേതുഹു.
എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം വന്നിട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. അടുത്ത ശ്ലോകം 26-ാമത്തെ ശ്ലോകം. അഹയോ ശനി നിശ്വാസോ വമന്തോഗ്നിം രുഷാക്ഷിഭിഃ അഭ്യധാവൻ ഗജാമത്താഃ സിംഹവ്യാഘ്രാശ്ച യൂഥശഃ. അഹയോശനി നിശ്വാസ വമന്തോഗ്നിം രുഷാക്ഷിഭിഃ അഭ്യധാവൻ ഗജാമത്താഃ സിംഹവ്യാഘ്രാശ്ച യൂഥശഃ. എന്നുകൂടി പറയാം. അഹയോശനി നിശ്വാസോ വമന്തോഗ്നിം രുഷാക്ഷിഭിഃ അഭ്യധാവൻ ഗജാമത്താഃ സിംഹവ്യാഘ്രാശ്ച യൂഥശഃ. അഹയഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകൾ രുഷ കോപത്താൽ, അശനി നിശ്വാസാഹ ഇടിമുഴക്കം പോലെ ചീറ്റിക്കൊണ്ട് അർത്ഥം. ഭയങ്കര ശീൽക്കാരം ചീറ്റിക്കൊണ്ട്, അക്ഷിഭി കണ്ണിലൂടെ, അഗ്നി വമന്തഹ ആ കണ്ണിൽ കൂടി അഗ്നി വമിച്ചുകൊണ്ടും, അഭ്യധാവൻ പാഞ്ഞെത്തി. അങ്ങനെ യൂഥശഃ സംഘമായിട്ട്, മത്താഹ ഗജാഹ മതിച്ച ആനകളും, സിംഹവ്യാഘ്രാഹ സിംഹങ്ങളും പുലികളും ഒക്കെ അവിടെ ഓടിയണഞ്ഞു. അപ്പോൾ ആ സമയത്ത് എന്തുണ്ടായി? പാമ്പുകൾ കോപത്താൽ അവ അങ്ങനെ ഇടിമുഴക്കം പോലെ ചീറ്റിക്കൊണ്ട് കണ്ണിലൂടെയൊക്കെ അഗ്നി വമിപ്പിച്ചുകൊണ്ട് പാഞ്ഞെത്തി. പിന്നെ സംഘം ചേർന്നിട്ട് ആനകൾ, സിംഹവ്യാഘ്രാദികളൊക്കെ അവിടെ വന്ന് അണഞ്ഞു. അപ്പോൾ അതിലത്തെ പദങ്ങൾ അഹയഹ പാമ്പുകൾ, രുഷ കോപത്താൽ, അശനി നിശ്വാസ ഇടിമുഴക്കം പോലെ ചീറ്റിക്കൊണ്ടും, അക്ഷിഭിഹി കണ്ണിലൂടെ, അഗ്നി വമന്തഹ വമിച്ചുകൊണ്ടും അഗ്നിയെ വമിച്ചുകൊണ്ടും, അഭ്യധാവൻ പാഞ്ഞെത്തി, യൂഥശഃ സംഘമായിട്ട്, മത്താഹ ഗജാഹ മതിച്ച ആനകളും, സിംഹവ്യാഘ്രാഹ ച സിംഹങ്ങളും പുലികളും ഓടിയണഞ്ഞു. എന്നുകൂടി പറയാം. അഹയഹ പാമ്പുകൾ, രുഷ കോപത്താൽ, അശനി നിശ്വാസ ഇടിമുഴക്കം പോലെ ചീറ്റിക്കൊണ്ടും, അക്ഷിഭിഹി കണ്ണിലൂടെ, അഗ്നി വമന്തഹ അഗ്നിയെ വമിച്ചുകൊണ്ടും, അഭ്യധാവൻ പാഞ്ഞെത്തി, യൂഥശഃ സംഘമായിട്ട്, മത്താഹ ഗജാ മതിച്ച ആനകളും, സിംഹവ്യാഘ്രാഹ ച സിംഹങ്ങളും പുലികളും ഓടി അണഞ്ഞു. അത് തന്നെ വന്നിട്ട് അഹയഹ രുഷ അശനി നിശ്വാസാഹ അക്ഷിഭിഃ അഗ്നിം വമന്തഹ അഭ്യധാവൻ യൂഥശഃ മത്താഹ ഗജാഹ സിംഹവ്യാഘ്രാഹ ച. ഒന്നും കൂടി പറയാം. അഹയഹ രുഷ അശനി നിശ്വാസാഹ അക്ഷിഭിഃ അഗ്നിം വമന്തഹ അഭ്യധാവൻ യൂഥശഃ മത്താഹ ഗജാഹ സിംഹവ്യാഘ്രാഹ ച. പറഞ്ഞു. ഇടിത്തി വമിക്കും പോലെ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടും, കണ്ണുകളിൽ നിന്നും കോപം കൊണ്ട് തീപ്പരി പാറിച്ചുകൊണ്ടും ഘോരസർപ്പങ്ങൾ അവിടെ വന്നു വീണു. മതിച്ച ആനകൾ, സിംഹങ്ങൾ, വ്യാഘ്രങ്ങൾ എന്നിവയും സംഘമായിട്ട് ഓടി വന്നു. അപ്പോൾ തുടർന്ന് ആകാശത്തിൽ അത് പറഞ്ഞു. അപ്പോൾ വജ്രത്തിനൊപ്പം ഘോരമായിട്ട് ശ്വാസം വിട്ടുകൊണ്ടിരുന്ന സർപ്പങ്ങൾ, കോപത്താൽ കണ്ണുകളിൽ നിന്നും അഗ്നി വമിപ്പിച്ചുകൊണ്ടും, മദം പൊട്ടിയ ആനകളും, സിംഹങ്ങളും, വ്യാഘ്രങ്ങളും കൂട്ടമായിട്ട് നേരിട്ട് ഓടി വന്നു. ദേഷ്യത്താൽ നേത്രങ്ങളിൽ നിന്നും അഗ്നിയും, ഇടിത്തി പോലെ അസഹ്യമായ ചൂടുള്ള കാറ്റും പുറപ്പെടുവിക്കുന്ന സർപ്പങ്ങളും, മദജലം ഒലിക്കുന്ന ഗജങ്ങളും, സിംഹങ്ങളും, വ്യാഘ്രങ്ങളും എല്ലാം കൂട്ടമായിട്ട് നേരിട്ട് പാഞ്ഞു വരുന്നതായും ധ്രുവൻ കണ്ടു. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് നോക്കാം. വ്യാഖ്യാനത്തിൽ സർപ്പ വ്യാഘ്ര ഗജ സിംഹാദയോ, സർപ്പം, ഗജം, വ്യാഘ്രം, സിംഹം ഇവയെല്ലാം തന്നെ സിംഹാദയോ അഭ്യധാവൻ അവിടെ വന്നു ചേർന്നു. ഇത്രേ പറഞ്ഞുള്ളൂ. സർപ്പ വ്യാഘ്ര ഗജ സിംഹാദയോ അഭ്യധാവൻ അവയൊക്കെ അവിടെ എത്തിച്ചേർന്നു. സർപ്പങ്ങൾ, സിംഹങ്ങൾ, വ്യാഘ്രങ്ങൾ, പുലികൾ,
ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഗജങ്ങൾ ഇങ്ങനെയൊക്കെ കൂട്ടം കൂട്ടമായിട്ട് അവിടെ വന്നു ചേർന്നു. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. അടുത്ത ശ്ലോകത്തിൽ സമുദ്ര ഊർമിഭിർഭീമ പ്ലാവയൻ സർവതോ ഭുവം ആസസാദ മഹാഹ്രാദ കൽപ്പാന്തൈവ ഭീഷണ. സമുദ്ര ഊർമിഭിർഭീമ പ്ലാവയൻ സർവതോ ഭുവം ആസസാദ മഹാഹ്രാദ കൽപ്പാന്തൈവ ഭീഷണ. സമുദ്രമൊക്കെ ആ പ്രളയകാലത്തിൽ എന്ന പോലെ ഭയങ്കര സ്വഭാവത്തോടു കൂടിയിട്ട് തിരമാലകളാൽ ഉഗ്രവും ആർത്തിരുമ്പുന്നതുമൊക്കെ ആയിട്ട് ആ ഭൂമിയെ ഇപ്പോൾ വിഴുങ്ങും എന്നുള്ള ജലത്തിലാഴ്ത്തിക്കൊണ്ട് ആ സമീപം എത്തി എന്നുള്ള നിലപാടിലായി. സമുദ്ര ഊർമിഭിർഭീമ വലിയ വലിയ തിരമാലകളോട് കൂടിയിട്ട് സമുദ്രം പ്ലാവയൻ പ്രളയകാലത്തിൽ എന്ന പോലെ സർവതോഭുവം ആ ഭൂമിയെ ആസസാദ ഭൂമിയുടെ സമീപത്തെത്തി. എങ്ങനെ മഹാഹ്രാദ ആർത്തിരമ്പിക്കൊണ്ട് എത്തി. കൽപ്പാന്തേ കൽപ്പാവസാനത്തിൽ ആ ഭൂമിയെ ആ ജലത്തിലാഴ്ത്തിക്കൊണ്ട് അവിടെ സമുദ്രം അവിടെ വന്നെത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. സമുദ്ര സമുദ്രം, കൽപ്പാന്തേ ഇവ പ്രളയകാലത്തിൽ എന്ന പോലെ, ഭീഷണ ഭയങ്കര സ്വഭാവത്തോടെ, ഊർമിഭിഹി തിരമാലകളാൽ, ഭീമ ഉഗ്രവും, മഹാഹ്രാദ ആർത്തിരമ്പുന്നതുമായിട്ട്, ഭുവം ഭൂമിയെ, സർവത സർവത്ര, പ്ലാവയൻ ജലത്തിലാഴ്ത്തിക്കൊണ്ട്, ആസസാദ സമീപത്ത് എത്തി. ഇപ്പോൾ സമുദ്ര സമുദ്രം, കൽപ്പാന്ത ഇവ പ്രളയകാലത്തിൽ എന്ന പോലെ, ഭീഷണ ഭയങ്കര സ്വഭാവത്തോടെ, ഊർമിഭിഹി തിരമാലകളാൽ, ഭീമ ഉഗ്രവും, മഹാഹൃദ ആർത്തിരമ്പുന്നതും ആയിട്ട്, ഭുവം ഭൂമിയെ, സർവത സർവത്ര, പ്ലാവേൻ ജലത്തിൽ ആഴ്ത്തിക്കൊണ്ട്, ആസസാദ സമീപത്ത് എത്തി. ഇപ്പം പദങ്ങൾ ഇതിലെ സമുദ്ര സമുദ്രം, കൽപ്പാന്തേ ഇവ പ്രളയകാലത്തിൽ എന്ന പോലെ, ഭീഷണ ഭയങ്കര സ്വഭാവത്തോടെ, ഊർമിഭിഹി തിരമാലകളാൽ, ഭീമ ഉഗ്രവും, മഹാഹ്രാദ ആർത്തിരമ്പുന്നതും ആയിട്ട്, ഭുവം ഭൂമിയെ, സർവത സർവത്ര, പ്ലാവയൻ ജലത്തിലാഴ്ത്തിക്കൊണ്ട്, ആസസാദ സമീപത്തിൽ എത്തി. ഇപ്പോൾ ഇതിൽ അന്വയം വന്നിട്ട്, സമുദ്ര കൽപ്പാന്തേ ഇവ ഭീഷണ ഊർമിഭിഹി ഭീമ മഹാഹ്രാദ ഭുവം സർവത പ്ലാവയൻ ആസസാദ. എന്നുകൂടി പറയാം. സമുദ്ര കൽപ്പാന്തേ ഇവ ഭീഷണ ഊർമിഭിഹി ഭീമ മഹാഹ്രാദ ഭുവം സർവത പ്ലാവയൻ ആസസാദ. സമുദ്രം ആ പ്രളയകാലത്തിൽ എന്ന പോലെ ഭയങ്കര സ്വഭാവത്തോടെ, തിരമാലകളാൽ ഉഗ്രവും ആർത്തിരമ്പുന്നതും ആയിട്ട്, ഭൂമിയെ സർവത്ര ആ ജലത്തിലാഴ്ത്തിക്കൊണ്ട് അവിടെ സമീപത്തിൽ എത്തി എന്നുള്ളതാണ് പറയുന്നത്. കൽപ്പാന്തത്തിൽ എന്ന പോലെ അഭയങ്കരങ്ങളായിരിക്കുന്ന തിരമാലകളോട് കൂടിയിട്ടിരിക്കുന്ന സമുദ്രം ഭൂമിയെ എന്ന ആകമാനം വിഴുങ്ങുമാറ് സമീപിച്ചു. തിരമാലകളാൽ ഭയങ്കരമായ ആ സമുദ്രം ഭൂമിയെ മുഴുവൻ മുക്കിക്കൊണ്ടും ശബ്ദിച്ചുകൊണ്ടും ഭീഷണമായിട്ട് പ്രളയത്തിൽ എന്ന പോലെ അവിടെ സമീപത്ത് എത്തി. വലിയ വലിയ തിരമാലകൾ ഭൂമിയുടെ സർവഭാഗത്തെയും മുക്കിക്കൊണ്ടും ഗംഭീര ശബ്ദത്തോടു കൂടിയിരിക്കുന്ന ആ ഭയങ്കര സമുദ്രം കൽപ്പാവസാനത്തിൽ എന്ന പോലെ ആ മഹാഭയത്തെ ജനിപ്പിക്കുന്നതായിട്ട് അരികത്ത് വരുന്നതിനെയും കണ്ടു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമുദ്ര ഊർമിഭിർഭുവം പ്ലാവയന്നിവ ദദൃശേ. സമുദ്രം ആ തിരമാലകളെ കൊണ്ട് ഭുവം ഭൂമിയെ മുക്കുന്ന പോലെ അവിടെ കാണപ്പെട്ടു. സമുദ്ര ഊർമിഭിർഭുവം പ്ലാവയന്നിവ
ദദൃശേ. എന്നുകൂടി പറയാം, സമുദ്രം ഊർമിഭിർ ഭുവം പ്ലാവയന്നിവ ദദൃശേ. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമ്മൾക്ക്. 28-ാമത്തെ. ഏവം വിധാന്യനേകാനിത്രാസനാന്യ മനസ്വിനാം സസൃജുസ്തിഗ്മദ്ഗതയ ആസൂര്യമായയാസുരാः ഏവം വിധാന്യനേകാനി ത്രാസനാന്യമനസ്വിനാം സസൃജുസ്തിഗ്മഗതയ അസുര്യമായയാസുരാः. അസുരസ്വഭാവമുള്ള മായാപ്രയോഗത്താൽ മായാപ്രയോഗത്താൽ അങ്ങനെ ക്രൂര സ്വഭാവം ആയിട്ടുള്ള അസുരന്മാർ, തിഗ്മഗതയ ക്രൂര സ്വഭാവമായിട്ടുള്ള അസുരന്മാർ, യക്ഷന്മാർ, അമനസ്വിനാം ആ ഭീരുക്കൾക്ക് ഭയം ജനിപ്പിക്കുന്ന ഈ വിധത്തിലുള്ള അനേകം മായാവിദ്യകൾ അവിടെ പ്രകടിപ്പിച്ചു, സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഏവം വിധാന്യനേക ഇപ്രകാരം അനവധി വിധത്തിലുള്ള ത്രാസനാന്യമനസ്വിനാം ആ ഭീരുക്കളായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിനെ ഭീഷണിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന സസൃജു സ്തിഗ്മഗതയ അസൂര്യമായ ആ അസുര സ്വഭാവമുള്ള മായയെ അവിടെ സൃഷ്ടിച്ചു. അനേകം മായാവിദ്യകൾ ആ ക്രൂര സ്വഭാവമുള്ള അസുരന്മാരായിരിക്കുന്ന യക്ഷന്മാരെ അവിടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം നമുക്ക്. അസുര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുര സ്വഭാവം ഉള്ള, മായാപ്രയോഗത്താൽ, തിഗ്മഗതയ ക്രൂര സ്വഭാവികളായിരിക്കുന്ന അസുരാഹ യക്ഷന്മാർ, അമനസ്വിനാം ഭീരുക്കൾക്ക്, ത്രാസനാനി ഭയം ജനിപ്പിക്കുന്ന, ഏവം വിധാനി ഈ വിധം അനേകം മായാവിദ്യകൾ സസൃജുഹു സൃഷ്ടിച്ചു. എന്നുകൂടി പറയാം. അസുര സ്വഭാവമുള്ള മായാപ്രയോഗത്താൽ, തിഗ്മഗതയ ക്രൂരസ്വഭാവികളായിരിക്കുന്ന അസുരാഹ യക്ഷന്മാർ, അമനസ്വിനാം ഭീരുക്കൾക്ക്, ത്രാസനാനി ഭയം ജനിപ്പിക്കുന്ന, ഏവം വിധാനി ഈ വിധം അനേകം മായാവിദ്യകൾ അവിടെ സൃഷ്ടിച്ചു. അപ്പോൾ ക്രൂരമായ ഗതിയോട് കൂടിയ ആ യക്ഷന്മാരെ മനസ്സാന്നിധ്യമില്ലാത്തവർക്ക് അത്യന്തം ഭയത്തെ ജനിപ്പിക്കുന്ന അനേകം മായാവിദ്യകൾ അവിടെ പ്രകടിപ്പിച്ചു. തിഗ്മഗതികളായിരിക്കുന്ന ക്രൂരസ്വഭാവം എന്നർത്ഥം അസുരന്മാർ തങ്ങളുടെ മായയാൽ ഭീരുക്കൾക്ക് ഭീതി നൽകുന്ന അനേകം വസ്തുക്കൾ അവിടെ സൃഷ്ടിച്ചു. ക്രൂരപ്രവൃത്തികളെ നടത്തുന്ന അസുരന്മാർ അവരുടെ ആ മായാബലത്താൽ അധീരന്മാരെ ഭയപ്പെടുത്തുന്ന ഈ വിധം അനേകം ഭയങ്കര വ്യാപാരങ്ങളെ സൃഷ്ടിച്ചു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം ഏവം തേ യക്ഷാഹ ഇപ്രകാരം ആ യക്ഷന്മാർ മായ കൊണ്ട് ഭയങ്കരങ്ങളായിരിക്കുന്ന ഉൽപ്പാദങ്ങളെ സൃഷ്ടിച്ചു. ഏവം തേ യക്ഷാഹ ഇപ്രകാരം ആ യക്ഷന്മാർ മായ കൊണ്ട് ഭയങ്കരങ്ങളായിരിക്കുന്ന ഉൽപ്പാദങ്ങളെ ഇവിടെ സൃഷ്ടിച്ചു. ഏവം തേ യക്ഷാഹ മായയാ ഭയങ്കരാനുൽപാദാൻ സസൃജു ഉള്ളതാണ് അതിൻ്റെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്തത് 29-ാമത്തെ ശ്ലോകം. ധ്രുവേ പ്രയുക്താമസുരൈസ്താം മായാമതിദുസ്തരാം നിശാമ്യതസ്യ മുനയഃ ശമാശംസൻ സമാഗതാഃ. ധ്രുവേ പ്രയുക്താമസുരൈസ്താം മായാമതിദുസ്തരാം നിശാമ്യതസ്യ മുനയഃ ശമാശംസൻ സമാഗതാഃ. ധ്രുവനിൽ ഇങ്ങനെ അസുരന്മാർ അങ്ങനെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും ദുഷ്കരമായിരിക്കുന്ന ഈ മായയെ കണ്ടിട്ട് അവിടെ വന്നെത്തിയിട്ടുള്ള മുനിമാർ ആ ധ്രുവന് മംഗളം ആശംസിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ധ്രുവേ ധ്രുവനിൽ പ്രയോഗിക്കപ്പെട്ട പ്രയുക്താമസുരൈസ്താം അസുരന്മാരാൽ പ്രയോഗിക്കപ്പെട്ട മായാമതി ദുസ്തരാം
മായ കൊണ്ട് അതിദുസ്തരങ്ങളായിരിക്കുന്ന ഈ ഇതിനെയൊക്കെ ഉൽപ്പാദങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നത് നിശാമ്യ കണ്ടിട്ട് തസ്യ അവിടെ ആ മുനിമാർ ശമാശംസൻ മുനിമാർ ആശംസകളും അതുപോലെ മംഗളങ്ങളും ആർക്ക് ധ്രുവനിൽ പ്രത്യേകം അവർ ആശംസിച്ചു എന്നർത്ഥം. ധ്രുവേ പ്രയുക്താം അസുരൈസ്താം മായാമതിദുസ്തരാം നിശാമ്യ തസ്യ മുനയഃ ശമാശംസൻ സമാഗതാഃ. അപ്പോൾ ധ്രുവനിൽ അസുരൈഹി അസുരന്മാരാൽ പ്രയുക്താം പ്രയോഗിക്കപ്പെട്ട അതിദുസ്തരാം ഏറ്റവും ദുഷ്കരങ്ങളായിരിക്കുന്ന താം മായാം ആ മായയെ നിശാമ്യ കണ്ടിട്ട് സമാഗതാഹ അവിടെ വന്നെത്തിയ മുനയഃ മുനിമാർ തസ്യ അദ്ദേഹത്തിന് ശം ആശംസൻ മംഗളം ആശംസിച്ചു. ഒന്നുകൂടി പറയാം. ധ്രുവനിൽ അസുരൈഹി അസുരന്മാരാൽ പ്രയുക്താം പ്രയോഗിക്കപ്പെട്ട അതിദുസ്തരം ഏറ്റവും ദുഷ്കരമായിരിക്കുന്ന താം മായാം ആ മായയെ നിശാമ്യ കണ്ടിട്ട് സമാഗതാഹ വന്നെത്തിയിരിക്കുന്ന മുനയഃ മുനിമാർ തസ്യ അദ്ദേഹത്തിന് ശം ആശംസൻ മംഗളം ആശംസിച്ചു. ധ്രുവന് നേരെ പ്രയോഗിച്ച തടുക്കാൻ കഴിയാത്ത മായയെ കണ്ടിട്ട് മഹർഷിമാർ അവിടെ നിന്ന് ധ്രുവന് മംഗളത്തെ നേർന്നു. അസുരന്മാരാൽ ധ്രുവനിൽ പ്രയോഗിക്കപ്പെട്ടതും അതിക്രമിക്കുവാൻ കഴിയാത്തതുമായിട്ടുള്ള ആ മായ കണ്ട് ഋഷീശ്വരന്മാർ അവിടെ എത്തി ധ്രുവന് മംഗളം നേർന്നു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ധ്രുവേ അസുരാഹ പ്രയുക്താ അതിദുസ്തരാം താം മായാം നിശാമ്യ സമാഗതാഹ മുനേഹ തസ്യ ശം ആശംസൻ. എന്നൂടി പറയാം. ധ്രുവേ അസുരൈ പ്രയുക്താം അതിദുസ്തരാം താം മായാം നിശാമ്യ സമാഗതാഹ മുനേഹ തസ്യ ശം ആശംസൻ. ക്രൂരപ്രവൃത്തികളെ നടത്തുന്ന അസുരന്മാർ അവരുടെ മായാബലത്താൽ അപ്പോൾ അസുരന്മാർ ധ്രുവൻ്റെ നേർക്ക് പ്രയോഗിച്ചതായിരിക്കുന്ന ആ മായാപ്രയോഗം സാമാന്യന്മാരാൽ അതിക്രമിക്കപ്പെടുവാൻ ഒട്ടും കഴിയാത്തതാണെന്ന് കണ്ടറിഞ്ഞിട്ടിരിക്കുന്ന മുനിമാർ അവിടെ ആഗമിച്ചിട്ട് ആ ധ്രുവന് ക്ഷേമത്തെ ആശംസിച്ചു അതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ വ്യാഖ്യാനത്തിൽ തഥാ മുനയഃ അപ്പോൾ ആ മുനിമാർ ഏതൻ ജ്ഞാത്വ ഇത് അറിഞ്ഞ് തത്രാഗത്യ അവിടെ വന്നിട്ട് ധ്രുവന് കല്യാണം ഇച്ഛന്ത ധ്രുവൻ്റെ കല്യാണത്തിനായിക്കൊണ്ട് ഇച്ഛന്ത ആഹു അവർ ആശംസിച്ചു. തഥാ മുനയഃ ഏതത് ജ്ഞാത്വ തത്രാഗത്യ ധ്രുവസ്യ കല്യാണം ഇച്ഛന്ത ആഹു എന്ന് പറയാം. തഥാ മുനയഃ അപ്പോൾ ആ മുനിമാർ ഏതത് ജ്ഞാത്വ ഇതിനെ അറിഞ്ഞ് ഈ മായാപ്രയോഗങ്ങളെ കണ്ടിട്ട് തത്രാഗത്യ അവിടെ വന്നിട്ട് ധ്രുവനെ കല്യാണം മംഗളം വരട്ടെ എന്നുള്ള ഇച്ഛയോട് കൂടിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു നിർത്തം. തഥാ മുനയഃ ഏതത് ജ്ഞാത്വാ തത്ര ആഗത്യ ധ്രുവസ്യ കല്യാണമിച്ഛന്തഃ ആഹുഹു. അപ്പോൾ മുനിമാരെന്താ പറഞ്ഞതെന്നുള്ളതാണ്. മുനയ ഊജുഹു ഔത്താനപാദേ ഭഗവാംസ്തവ ശാർഗധന്വാ ദേവക്ഷിണോത്വവനതാർത്തിഹരോ വിവക്ഷാൻ യന്നാമധേയമഭിധായ നിശമ്യ ചാദ്ധാ ലോകോഞ്ജസാ തരതി ദുസ്തരമംഗമൃത്യും. ഔത്താനപാദേ ഭഗവാംസ്തവ ശാർഗധന്വാ ദേവക്ഷിണോത്വവനതാർത്തിഹരോ വിവക്ഷാൻ യന്നാമധേയമഭിധായ നിശമ്യ ചാദ്ധാ ലോകോഞ്ജസാ തരതി ദുസ്തരമംഗമൃത്യും. ആ ധ്രുവൻ ഔത്താനപാദേ അല്ലയോ പ്രിയപ്പെട്ടവനായിരിക്കുന്ന ഉത്താനപാദപുത്ര ധ്രുവനെ വിളിക്കുകയാണ്. ഔത്താനപാദേ ഭഗവാംസ്തവ ശാർഗധന്വാ ആ ശാർഗം എന്ന വില്ലോട് കൂടിയവനാണ് അദ്ദേഹം. ശാർഗധന്വാ ദേവാക്ഷിണോത്വവനതാർത്തികരോ വിപക്ഷാൻ. അങ്ങേ ആ ശാർഗധനസോട് കൂടിയിരിക്കുന്ന ധ്രുവനെ
ആശ്രിതരെ രക്ഷിക്കുന്നതായിട്ടുള്ള ആ ശ്രീഹരി രക്ഷിക്കട്ടെ. ശ്രീഹരി അങ്ങയുടെ ശത്രുക്കളെ നശിപ്പിക്കുമാറാകട്ടെ. ക്ഷിണോത്വവനതാർത്തിഹരോ വിപക്ഷാൻ നശിപ്പിക്കുമാറാകട്ടെ. അങ്ങനെ തന്തിരുവടിയുടെ ആ തിരുനാമം കീർത്തിച്ച് എന്നാമധേയമഭിയായ നിശമ്യ ചാദ്ദ, ആ തിരുനാമം കീർത്തിച്ചും ശ്രവിച്ചിട്ടും ജനങ്ങൾ ലോകോഞ്ചസ തരതി ദുസ്തം അംഗമച്യും, ഈ ജനങ്ങൾ അതിദുസ്തരമായിരിക്കുന്ന ഈ സംസാരസാഗരം പോലുള്ള ഈ മായയെ തരണം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. ഹേ അംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവനായിരിക്കുന്ന ധ്രുവ, ഔത്താനപാദേ ഉത്താനപാദപുത്ര, ലോകർ എന്നാമധേയം യാതൊരാളുടെ തിരുനാമത്തെ അഭിധായ ജപിച്ചിട്ട് നിശമ്യച ജപിച്ചിട്ടും ശ്രവിച്ചിട്ടും ദുസ്തരമായിരിക്കുന്ന മൃത്യുവെപ്പോലും ദുസ്തരമായ മൃത്യുവെപ്പോലും അഞ്ജസ അനായാസേന അദ്ധ ഉടനെ തരതി കടക്കുന്നുവോ. അവനതാർത്തിഹരഹ ആ ആശ്രിതരുടെ സങ്കട നിവർത്തി, അവനതാർത്തിഹര ആശ്രിതരുടെ സങ്കട നിവർത്തി വരുത്തുന്നവനായും ശാർംഗധന്വ ശാർംഗം എന്ന വില്ലോട് കൂടിയവനുമായിരിക്കുന്ന ഭഗവാനുമായിരിക്കുന്ന ദേവ ആ ദേവൻ തവ അങ്ങയുടെ വിപക്ഷാൻ ശത്രുക്കളെ ക്ഷയിപ്പിക്കട്ടെ. എന്നുകൂടി പറയാം. ഹേ അംഗ അല്ലയോ പ്രിയപ്പെട്ടവനായ ഔത്താനപാദേ ധ്രുവകുമാര, ലോകർ നാമധേയം യാതൊരാളുടെ തിരുനാമത്തെ ജപിച്ചിട്ടും നിശമ്യച്ച ശ്രവിച്ചിട്ടും ദുസ്തരമായിരിക്കുന്ന മൃത്യുവേ പോലും അഞ്ജസ അനായാസേന അദ്ധ ഉടനെ തരതി കടക്കുന്നുവോ. അവനതാർത്തിഹരഹ ആശ്രിതരുടെ സങ്കട നിവൃത്തി വരുത്തുന്നവനും ആയ ശാർംഗധന്വന ശാർംഗം എന്ന വില്ലോട് കൂടിയവനുമായിരിക്കുന്ന ഭഗവാനുമായിരിക്കുന്ന ആ ദേവൻ തവ അങ്ങയുടെ വിപക്ഷാൻ ശത്രുക്കളെ ക്ഷയിപ്പിക്കട്ടെ. അതിലത്തെ അന്വയം വന്നിട്ട് ഹേ അംഗ ഔത്താനപാദേ ലോകഃ യന്നാമധേയം അഭിധായ നിശമ്യ ദുസ്തരം മൃത്യും അഞ്ജസ അദ്ധാ തരതി അവനതാർത്തിഹരഃ ശാർംഗധന്വാ ഭഗവാൻ ദേവഃ തവ വിപക്ഷാൻ ക്ഷിണോതു. എന്നും കൂടി പറയാം. ഹേ അംഗ ഔത്താനപാദേ ലോകഃ യന്നാമധേയം അഭിധായ നിശമ്യ ദുസ്തരം മൃത്യും അഞ്ജസാ അദ്ധാ തരതി അവനതാർത്തിഹരഃ ശാർംഗധന്വാ ഭഗവാൻ ദേവഃ തവ വിപക്ഷാൻ ക്ഷിണോതു. അല്ലയോ പ്രിയപ്പെട്ടവനായിരിക്കുന്ന ധ്രുവകുമാര, ലോകർ യാതൊരാളുടെ തിരുനാമത്തെ ജപിച്ചിട്ടും ശ്രവിച്ചിട്ടും ദുസ്തരമായ മൃത്യുവെ പോലും അനായാസേന മറികടക്കുന്നുവോ. ആശ്രിതരുടെ സങ്കട നിവർത്തി വരുത്തുന്നവനായിരിക്കുന്നവനും ശാർംഗം എന്നതിലോട് കൂടിയവനുമായിരിക്കുന്ന ഭഗവാൻ അങ്ങയുടെ ആ ദേവൻ അങ്ങയുടെ ശത്രുക്കളെ ക്ഷയിപ്പിക്കട്ടെ. അല്ലയോ പ്രിയപ്പെട്ടവനെ ഉത്താനപാദപുത്ര, ശാർംഗം എന്ന വില്ലോട് കൂടിയവനും ആശ്രിതരെ രക്ഷിക്കുന്നവനുമായിരിക്കുന്ന ശ്രീഹരി അങ്ങയുടെ ശത്രുക്കളെ നശിപ്പിക്കുമാറാകട്ടെ. തന്തിരിവടിയുടെ തിരുനാമം കീർത്തിച്ചും ശ്രവിച്ചും ജനങ്ങൾ അതിദുസ്തരമായിരിക്കുന്ന സംസാരസാഗരം പോലും തരണം ചെയ്യുന്നു. ക്ഷി ധാതു ഹിംസാർത്ഥത്തിലാണ്, ക്ഷയാർത്ഥത്തിൽ, അങ്ങനെ പല ഗണങ്ങളിലും ഉണ്ട്. ക്ഷീണോതു ക്ഷേണോതു എന്നൊക്കെ പറയാം. അങ്ങനെ രണ്ട് രൂപങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഉത്താനപാദപുത്ര, ശരണാഗതന്മാരുടെ ദുഃഖങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഭഗവാൻ ശ്രീഹരി അങ്ങയുടെ ശത്രുക്കളെയെല്ലാം നശിപ്പിക്കട്ടെ. അംഗ ജനങ്ങൾ ഭഗവൻ നാമം കീർത്തിച്ചും ശ്രവിച്ചും കടക്കുവാൻ അതിവിഷമമായിരിക്കുന്ന സംസാരത്തെ വൈഷമ്യം കൂടാതെ സാക്ഷാത്തായി കടക്കുന്നു. അപ്പോൾ മുനികൾ പറഞ്ഞു, ഹേ പൂജ്യനായിരിക്കുന്ന ഉത്താനപാദപുത്ര, നമസ്കരിക്കുന്നവരുടെ സകല സന്താപങ്ങളെയും നശിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന ശാർംഗം എന്ന ആ വില്ലോട് കൂടിയിരിക്കുന്ന വില്ലിനെ
ധരിച്ചിരിക്കുന്ന ഭഗവാനായിരിക്കുന്ന ദേവൻ നിൻ്റെ ആ ശത്രുക്കളെ നശിപ്പിക്കട്ടെ. യാതൊരു ഭഗവാന്റെ നാമധേയത്തെ കീർത്തിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോകം അതിക്രമിക്കാൻ കഴിയാത്തതായിരിക്കുന്ന ആ മരണത്തെ കൂടെ സുഖമായി അതിക്രമിച്ച് പരമപദവിയായിരിക്കുന്ന മോക്ഷത്തെ പ്രാപിക്കുന്നുവല്ലോ. ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം. മുനയഃ ഊചു, ഹേ ഔത്താനപാദേ, അല്ലയോ ധ്രുവകുമാര, ഔത്താനപാദപുത്ര, ഭഗവാൻ ശാർഗധന്വ, ഭഗവാനായിക്കൊണ്ടിരിക്കുന്ന ആ ശാർഗം വില്ല് ധരിച്ചിരിക്കുന്ന ശ്രീഹരി, തവ അവിടുത്തെ ശത്രുക്കളെ, തവ ശത്രുൻ നാശയത്തു, നശിപ്പിച്ചിട്ട് ലോകത്തിന് നാമോച്ചാരണം അദ്ദേഹത്തിൻ്റെ നാമോച്ചാരണം കൊണ്ട് ദുസ്തരം മൃത്യും തരതി, ദുസ്തരമായിരിക്കുന്ന മൃത്യുവെ പോലും തരണം ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ മുനയ ഊജുഹു, ഹേ ഔത്താനപാദേ, ഭഗവാൻ ശാർഗധന്വ തവ ശത്രുൻ നാശയതു, ലോകോ എന്നാമോച്ചാരേണ ദുസ്തരം മൃത്യും തരതി. അല്ലയോ മുനിമാർ പറഞ്ഞു, അല്ലയോ ഉത്താനപാദ കുമാര, ഭഗവാൻ ശാർഗം ധരിച്ചിരിക്കുന്ന ആ ഭഗവാൻ അങ്ങയുടെ ശത്രുക്കളെ നാശയതു, നശിപ്പിക്കട്ടെ. ലോകം നാമോച്ചാരേണ, അങ്ങയുടെ ഭഗവാന്റെ നാമോച്ചാരണം കൊണ്ട് ദുസ്തരം മൃത്യും തരതി, ദുസ്തരമായിരിക്കുന്ന മൃത്യുവെപ്പോലും തരണം ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് 30 ശ്ലോകങ്ങളിലൂടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ 10-മോധ്യായഃ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുത്ത അധ്യായം, അതിനു മുമ്പേ അതിൻ്റെ ആ ആശയങ്ങൾ, അതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അതിൻ്റെ സമർപ്പണം ഒക്കെ നാളെ തന്നെ നമുക്ക് ചെയ്യാം. ഹരേ കൃഷ്ണ.